അമ്മയ്ക്ക് ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരിയുടെ പേരോ ആരെങ്കിലും അമ്മ ഒരു കൂട്ടുകാരിയുടെ പേര് അമ്മയ്ക്ക് ഇപ്പൊ പെട്ടെന്ന് വിളിച്ചു പറയാൻ പറ്റിയില്ല, പെട്ടെന്നൊരു സങ്കടം വന്നാൽ വിളിച്ചു പറയുന്നേ ഒക്കെ ഒരു ടെൻഷൻ വന്നാലും വിളിച്ചു പറയുന്ന ഒരു കൂട്ടുകാരിയുടെ പേര് അമ്മ മനസ്സിലൊന്ന് വിചാരിച്ചു അമ്മ വിചാരിച്ചു. ഓക്കെ, അത് മനസ്സിലിങ്ങനെ വരുന്നതായിട്ട് ആ കൂട്ടുകാരി ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നു, ആ കൂട്ടുകാരിയുടെ നമ്മ പറയുന്നു, എല്ലാം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. ഓക്കെ, വായില് പുറത്തു അറിയരുതാ, അക്ഷരം പോലും പറയരുത്. ഓക്കെ, ഞാൻ എന്തായാലും ഒരെണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എന്തുവായാലും ഒരെണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. അമ്മയുടെ കൊടുത്തു അല്ലല്ല, ആ ക്ലിപ്പ് ഇട്ടിട്ട് ഒന്ന് ക്ലിപ്പ് ഇട്ട് കൊടുക്കാം. വിചാരിച്ചത് ഞാൻ എന്തൊരു എഴുതി വെച്ചിട്ടുണ്ട്, എന്തോന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, എനിക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുമില്ല. ഇനി ഇവരൊക്കെ യഥാർത്ഥത്തിൽ എന്തുവായിരുന്നു വിചാരിച്ച് നമ്മൾ എഴുതി വെച്ചു ഓൾറെഡി. ഇനിയും പറയാം എന്തുവാ വിചാരിച്ചു. ഗീത എന്നുള്ള പേരാ. ഗീത എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമെന്നാണ് കാര്യം? എന്തെങ്കിലും കാര്യങ്ങൾ വിളിച്ചു. ആഹാ, അനിയത്തി ഗീതയെ പറ്റി അമ്മ വിചാരിച്ചു. ഓക്കെ, അപ്പൊ എന്തുണ്ടെങ്കിലും അമ്മ വിളിച്ചു പറയും, കാര്യങ്ങളൊക്കെ പറയും, ഷെയർ ചെയ്യും. ഗീതയ്ക്ക് പെട്ടെന്ന് ഇത് കേട്ടോണ്ട് കുറച്ചു നേരം ഇരിക്കും. അമ്മയ്ക്ക് ഒരു സന്തോഷമോ സമാധാനമോ. പക്ഷെ മക്കളെക്കാളും കൂടുതൽ വിളിച്ചു പറയുകയും ചെയ്യുന്ന ഗീത എടുത്താ അല്ലേ? അമ്മയ്ക്ക് പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം മനസ്സിൽ നിന്ന് വിചാരിക്കും. അമ്മയ്ക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം ഒന്ന് മനസ്സിൽ വിചാരിക്കും. എന്തായാലും ഞാൻ അതോടുകൂടി എഴുതി വെച്ചു. എന്തുവായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം? യഥാർത്ഥം പറഞ്ഞോ, എഴുതി വെച്ചോ. തലശ്ശേരി. അത് തലശ്ശേരിയെ കുറിച്ച് അമ്മയ്ക്ക് ഒരു കഷ്ടമാന്ന് പറ. ഞാനത് ഒരിക്കലും മനസ്സിലാക്കരുത് എന്ന് വിചാരിച്ച അമ്മ വിചാരിച്ചു. ഓക്കെ, തലശ്ശേരി. ഇതുണ്ട്. ഇതിലൊന്ന് അമ്മ മനസ്സിൽ വിചാരിച്ചാ മതി. എടുക്കണ്ട, വിചാരിച്ചു. ഓക്കെ, നമുക്ക് ഒരാൾ അധികാരമില്ല. അവിടെ പോയി ഓക്കെ, ഞാൻ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിലെ ഒന്ന് അമ്മ ഇതുപോലെ ഒരെണ്ണം എനിക്ക് ഇനി എടുത്ത് തരാം എന്റെ കയ്യിൽ. നമ്മള് വിചാരിച്ച ആളല്ല, നമ്മള് വിചാരിച്ചതിനേക്കാളും 100 മടങ്ങ് മുന്നിലായിരുന്നു. പക്ഷെ ഓക്കെ, അപ്പൊ എന്തുവായാലും നമുക്കൊന്ന് നോക്കാം. ഇതിൽ 98% ഫെയിലോ, 2% മാത്രമേ എനിക്ക് ജയിക്കാനുള്ള ചാൻസ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റിലെ അമ്മയുടെ ഞാൻ ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചു അല്ലേ? എന്ത് ചോദിച്ചേ? ഇഷ്ടമുള്ള ആള്. ഇഷ്ടമുള്ള ആള്. എന്തുവായിരുന്നു പേര് പറഞ്ഞേ?
ഗീത. നമ്മളത് ഒന്നാമത് ചോദിച്ച നമ്പർ അല്ലേ? കറക്റ്റാണോ? ആണോ? കറക്റ്റായിരുന്നോ? ഓക്കെ. രണ്ടാമത് എന്തുവായിരുന്നു നമ്മുടെ അടുത്ത് ഞാൻ ചോദിച്ചത്? സ്ഥലം. പോകാൻ ഇഷ്ടമുള്ള സ്ഥലം അല്ലേ? അതെന്തുവായിരുന്നു നമ്മ വിചാരിച്ചേ? ശരി. അതെന്നെ ഒന്ന് കുഴപ്പിച്ചു കളഞ്ഞ കേട്ടാ. എന്നെ ചെറിയ ഒന്ന് പിന്നോട്ടൊന്ന് പിടിച്ച് ഞാൻ ശ്രമിച്ചു നോക്കി. തലശ്ശേരി അല്ലേ? അടിപൊളി. മൂന്നാമത് നമ്മളിവിടെ 3 ഒബ്ജക്റ്റുകൾ എടുത്തു വെച്ചായിരുന്നു. 3 ഒബ്ജക്റ്റ്. ഈ 3 ഒബ്ജക്റ്റില് അമ്മ എടുത്ത് ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ള എടുക്കാം. ഇഷ്ടമുള്ള അമ്മയുടെ സെലക്ഷൻ ആയിരുന്നു. ഇഷ്ടമുള്ള എടുക്കാന്ന് പറഞ്ഞു. അമ്മ പെട്ടെന്ന് ഒന്നി നോക്കിയിട്ട് വേറൊന്ന ഉദ്ദേശിച്ച് കണക്കൂട്ടി വെച്ചിരുന്നേ അല്ലേ? ഇവന്റെ കാളി എന്റെ അടുത്ത് നടക്കത്തില്ല അല്ലയോ? എനിക്കറിയാം, എനിക്ക് മനസ്സിലായി. അമ്മ വിചാരിച്ചതിനേക്കാളും പെർഫെക്റ്റ്. ഇവരാരും എന്നെ ഇത്രയും കുഴപ്പിച്ചിട്ടില്ല. അടിപൊളി. കറക്റ്റാണോ? എനിക്ക് ഇന്ന് കൈ വിട്ടൂടെ?